ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേരുടെയും ഏജ് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോറയുടെ അമ്മയും അച്ഛനും, പിന്നെ ഞാൻ, എൻ്റെ അനിയൻ്റെ മക്കള്, അതുപോലെ തന്നെ നമ്മുടെ പപ്പ, ഇത്രയും പേരാണ് ഇപ്പോൾ പ്രസൻറ്റിൽ താമസിക്കുന്നത്. അതല്ലാതെ നമ്മളിപ്പോൾ നോർമലായിട്ടാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇവളും ഗബ്രൂട്ടൻ, പ്രിൻസി, പപ്പ. അമ്മ ഇടയ്ക്ക് വരും, എൻ്റെ അമ്മ ഇടയ്ക്ക് വരത്തുള്ളൂ. അനിയനാണെങ്കിലും ഇടയ്ക്ക് വരുള്ളൂ. അപ്പോൾ ജോലി സ്ഥലത്താണ് അവരുള്ളത്. യൂട്യൂബ് അല്ലാതെ ചേട്ടൻ ചെയ്യുന്ന വർക്ക് എന്താണ്? ഞാൻ യൂട്യൂബ് അല്ലാതെ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നെ തയ്യലും ഉണ്ടായിരുന്നു. നമ്മുടെ ഡോറയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് 3-ാം മാസത്തിൽ തളർന്നു വീണതിന് ശേഷം പിന്നെ ഞാൻ തീരെ വർക്ക്, അതിന് ശേഷം കുറച്ച് വർക്ക് നിങ്ങളുടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എവിടെയായിരുന്നു, നമ്മൾ എറണാകുളത്താണെന്ന് തോന്നുന്നില്ലേ, എറണാകുളത്തൊരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരതിന് എന്നോട് പിണങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് വാക്ക് മാറ്റിയ സമയത്ത്. അപ്പം അതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി വർക്കൊന്നും എടുക്കുന്നില്ല. കാരണം എപ്പോഴാണ് ഡോറയ്ക്ക് അസുഖം കൂടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ഇപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, രാത്രി കുഴപ്പമില്ലാതെ കിടക്കും കട്ടിലോട്ട്. ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് വേദന തുടങ്ങി. രാത്രി ആകുമ്പോൾ തന്നെ നമ്മൾ പിന്നെ എല്ലാം ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകണം. രാവിലെ ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ പുറത്തുള്ള ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരിക്ക് നല്ല പെയിൻ വന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റില്ല, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അതൊക്കെ കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ വർക്ക് വിട്ടു. ഇപ്പം ഞാൻ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് യൂട്യൂബ് ചാനലാണ്. ഒരുപാട് പേര് അതിൻ്റെ പേര് ആക്ഷേപിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ അവസ്ഥയും നമ്മുടെ നിലയും പുറത്തു നിന്ന് പറയുന്നവർക്ക് എന്തും പറയാം. പക്ഷെ എനിക്കറിയാം, കാരണം എനിക്ക് അത്രയും വയ്യാതെ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്ത് തരണമായിരുന്നു. ശരിക്കും പറഞ്ഞ് കുളിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്, എനിക്ക് കുഴപ്പമില്ല. അതുവരെ ഇച്ചാൻ ചെയ്ത് തന്നിട്ടുണ്ട്, ഡ്രസ്സ് മാറ്റിച്ചിട്ടുണ്ട്, ഫുഡ് വാരി തന്നിട്ടുണ്ട്, അതുപോലെ എല്ലാ കാര്യം. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിൻ്റെ A to Z കാര്യം ഇച്ചാൻ നോക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരാൾ പുറത്തു പോയി പണിയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഇപ്പൊ തന്നെ പുറത്തോട്ട് പോകാൻ പേടിയാണ്, കാരണം ഇപ്പൊ മോൻ ഒന്നും കൂടെ വളർന്നതിന് ശേഷം. ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇച്ചാൻ അപ്പുറത്ത് ഫുഡ് എടുക്കാൻ പോയാൽ പോലും ഇവിടെ മോനും എനിക്ക് പേടിയാ. കാരണം ഇവനിപ്പം ഇന്നലെ ഞങ്ങള് കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് ഫീഡ് ചെയ്തുകൊണ്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് ആ ഫീഡ് ചെയ്ത് കുടിച്ചുകൊണ്ട് കിടന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് കട്ടിലേന്ന്, അതായത് നമ്മുടെ തറയിൽ കൂടെ നടക്കുന്ന രീതിയിൽ നടന്ന് കട്ടിലേന്ന് ചാടി ഇറങ്ങാൻ വേണ്ടി നോക്കി. അങ്ങനെ തന്നെ നടന്നുണ്ട്. നോർമലായിട്ട് ഇങ്ങനെ കട്ടിലെ പിടിച്ചിറങ്ങുമല്ല, നടന്നങ്ങ് ഇറങ്ങാൻ നോക്കുക. നമ്മൾ വലിയൊരു കാലൊക്കെ എടുത്ത് വെക്കത്തില്ല, അതുപോലെ. അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയത് അവൻ്റെ ടീഷർട്ടിൽ പിടിച്ച് ഞാൻ പെട്ടെന്ന് കട്ടിലോട്ടങ്ങ് കിടത്തി. അത് ഞാനും കൂടെ കിടക്കുന്ന സമയത്താണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒരിക്കലും ചാടി എഴുന്നേറ്റൊന്നും ഇപ്പം കട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഇവൻ ഇതിലേ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിലെ എഴുന്നേറ്റ് ഇതിലെ വന്നു കഴിയുമ്പം അപ്പോഴത്തേക്ക്, കാരണം എനിക്ക് പെട്ടെന്ന് ചാടി എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എഴുന്നേക്കുന്നതിന് ഒരു പരിധിയും പതുക്കെ പിടിച്ചൊക്കെ എനിക്ക് ഇപ്പോഴും എഴുന്നേക്കാനൊക്കെ പറ്റത്തുള്ളൂ. പണ്ട് തൊട്ടേ സാഹചര്യം നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എനിക്ക് പുറത്തു പോയി ഒരു ജോലി ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമല്ല. ഇപ്പം ഞാൻ പുറത്തു പോയി ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ എനിക്ക് ഏൽപ്പിക്കാൻ വേണം. അപ്പോൾ ഇവിടെ അങ്ങനെ ഏൽപ്പിക്കാനായിട്ട് ആ സമയത്തൊന്നും ആരുമില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് ആവശ്യങ്ങൾക്കൊക്കെ. കാരണം മക്കൾ വൈകിട്ട് സ്കൂളിൽ വിട്ട് വരും, അതുപോലെ തന്നെ അമ്മയുണ്ട്, ഇപ്പോൾ ഇവളുടെ അമ്മ അച്ഛൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ പുറത്തോട്ട് പോകാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് പോലും ഇവിടെ ഇപ്പോൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അവർക്കത് പറ്റത്തില്ല. ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് നടന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മക്കൾക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പുറത്തു പോയ സമയത്ത് ഞാൻ വരുന്നത് വരെ ബാത്റൂമിലൊന്നും പോവാതെ പിടിച്ച് നിന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ടാണ് എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിരുന്ന ഒരു വർക്കാണ് മേക്കപ്പിൻ്റെ വർക്കും ഈ തയ്യലും എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം വെളുപ്പിനെ പോകണം. ചില സമയത്ത് വെളുപ്പിന് 4 മണിക്കൊക്കെ പോകണം. വരുന്നത് ചിലപ്പോൾ 11 മണി 12 മണിക്ക് രാത്രി. അത്രയും ടൈം ഇപ്പൊ പറ്റത്തില്ല. അതുകൊണ്ട് അതിനുശേഷം വർക്കുകൾ വന്നായിരുന്നു. നമ്മളെ ഒത്തിരി വർക്ക് വന്നു. നമ്മള് യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ ഒരുപാട് വർക്ക് വന്നായിരുന്നു. നമ്മളെ ഇച്ചായും മനഃപൂർവ്വം എന്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും അറിഞ്ഞിട്ട് മനഃപൂർവ്വം ഇച്ചായും വേണ്ടെന്ന് വെച്ച് കാര്യം പറഞ്ഞ അത്യാവശ്യം നല്ല സാലറി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ മേക്കപ്പിന്. പക്ഷെ അതുപോലും നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം എനിക്ക് വേണമെങ്കിൽ 1-2 ദിവസം കൊണ്ട് മേക്കപ്പ് വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ഞാൻ അന്നേരം ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഏതാണ്. പക്ഷേ അങ്ങനെ ഇപ്പം ഞാൻ അത് ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ചിലപ്പോൾ എനിക്ക് നഷ്ടമാവും. അപ്പോൾ നമ്മൾ
ഏതാണോ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ ഇപ്പം ഞാൻ കൂടുതലും ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്കിപ്പം ഈ യൂട്യൂബിലെ വീഡിയോസ് ഇട്ട് എനിക്ക് മുന്നോട്ട് പോകുമ്പം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇവളുടെ കാര്യം നോക്കി നിൽക്കാൻ പറ്റുന്നു, വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ പുറത്ത് ജോലിക്ക് വരുന്ന ഇന്ന് ഈ കാണുന്ന ഷെഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇതിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ നിന്നും ഉണ്ടാക്കിയതാണ്. അപ്പം എനിക്കതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെയാണ്. പല കാര്യങ്ങളും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് പണയം എടുത്തതൊക്കെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ടാണ്, ഇല്ലെന്ന് നമ്മൾ ഒരിടത്തും പറയത്തില്ല. അതുകൊണ്ട് നമുക്കൊരു ഗുണമുള്ള കാര്യമല്ലേ ഇതാകുമ്പോഴത്തേനും നമുക്ക് വീട്ടിലിരിക്കുകയും ചെയ്യാം, കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ഫാമിലിക്കൊപ്പം നിൽക്കാൻ പറ്റുന്നുണ്ട്, അവർക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ഓരോ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും നോക്കി അതിലും ഞാൻ ഹാപ്പിയാണ്. ഒപ്പം തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ കണ്ടെത്തി ഇപ്പോൾ യൂട്യൂബിനെ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പം തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ യൂട്യൂബ് വീഡിയോ ഇടുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നും ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇനി ചേച്ചിക്ക് ജന്മന ഉള്ളതാണോ ഈ വളർച്ചക്കുറവ്? ഒരിക്കലും അല്ല. ഡോറയ്ക്ക് 6 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല, അതായത് നേഴ്സറി പഠിക്കുന്നത് വരെ ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ ആ സമയത്ത് കണ്ടുപിടിച്ചതല്ല. ഓരോരുത്തരും പറഞ്ഞ് ഇവളുടെ അമ്മയും അച്ഛനും ഇവളുടെ ചേട്ടനും ഒക്കെ പറഞ്ഞ് എനിക്ക് ഇപ്പം അത് അറിയാം. അതുപോലെ തന്നെ ഞാനും ഈ സംഭവം ഇരുന്ന് യൂട്യൂബിൽ ഇരുന്ന് അന്ന് തൊട്ടേ ഇത് ഇവിടെ വന്നതിന് ശേഷം കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള അസുഖം എന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാനിരുന്ന് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ വരുന്നതാണ്, എന്താണ് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. ഓരോ ഡോക്ടർമാരായിട്ട് സംസാരിക്കാൻ നമുക്ക് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽ. അപ്പം ഇത് ജന്മന വന്നതല്ല. ഈ ആമവാദം എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ജന്മന വരുത്തില്ല. പക്ഷേ ഈ ചിലപ്പോൾ ഈ വളർച്ചക്കുറവും കാര്യങ്ങളൊക്കെ അതൊക്കെ ജന്മന വരും, ജനറ്റിക്കായിട്ട് വരുന്ന സംഭവങ്ങളാണ് അതൊക്കെ. പക്ഷേ ഈ ആമവാദം എന്ന് പറയുന്നത് ജന്മന വരുന്നതല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾക്കനുസരിച്ച് വരുന്ന ഒരു അസുഖമാണ് ഈ ആമവാദം എന്ന് പറയുന്നത്. ആമാശയത്തിലുണ്ടാകുന്ന ഒരു അസുഖം ആയതുകൊണ്ടാണ് ആമവാദം എന്ന് പറയുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആമവാദം വന്നു കഴിഞ്ഞാൽ ആമയെ പോലെ ആകും കാര്യങ്ങൾ. പതുക്കെ നമുക്ക്, അതായത് ഞാൻ നടക്കുന്ന വീഡിയോസൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, പതുക്കെ നമുക്ക് ആ ഒരു കാലിന് വളവുകൾ വരും, എൻ്റെ കാലിൻ്റെ മുട്ട് മടങ്ങിയിരിക്കും, കാലിൻ്റെ മുട്ട്, നട്ടല്, കൈ, താടി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് അങ്ങനെ പേര് വന്നതാണെന്നും പറയുന്നുണ്ട്. കറക്റ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. പീക്കോക്ക്, അത് നിങ്ങൾ ഗബ്രൂട്ടൻ്റെ ഏജ് പീക്കാബു തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഗബ്രൂട്ടൻ്റെ ഏജ് ചോദിക്കും. ഗബ്രൂട്ടൻ ഇപ്പോൾ 1 വയസ്സായിട്ടുണ്ട്. 1 വയസ്സ് 2 മാസമായി. ഗബ്രൂട്ടൻ്റെ നെയിം എന്ന് പറയുന്നത്, ഗബ്രൂട്ടൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഗബ്രിയേൽ ഹനന്യാഹു സെബാസ്റ്റ്യൻ എന്നാണ് ഗബ്രൂട്ടൻ്റെ ഫുൾ നെയിം. ഗബ്രിയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പോരാളി. അതായത് നമ്മുടെ ഗബ്രൂട്ടൻ ഡോറയുടെ വയറ്റിൽ ജനിച്ച ആ സമയം തൊട്ട് ഗബ്രൂട്ടൻ പോരാടി തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ആ സമയത്ത് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കട്ടറി കൊണ്ടിട്ടു, എന്താ പറയുക, അന്ന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ അവൻ ദൈവത്തിൻ്റെ പോരാളി ആയതുകൊണ്ട് തന്നെയാണ്, ഒരു പോരാളി ആയതുകൊണ്ട് തന്നെയാണ് അതിനെല്ലാം അവൻ അതിജീവിച്ച് ലാസ്റ്റ് ഞങ്ങളുടെ കൈകളിൽ വന്നു. അതിന് ശേഷവും അവൻ ഒരുപാട് പ്രശ്നങ്ങൾ അവൻ നേരിട്ടു. അപ്പം സത്യത്തിൽ അവൻ പോരാളി തന്നെയാണ്. അപ്പം ഞാൻ അന്ന് ആ ഒരു ഇത് വെച്ചിട്ടാണ് ദൈവത്തിൻ്റെ പോരാളി എന്നൊരു മീനിങ്ങിൽ ഗബ്രിയേൽ. അതുപോലെ തന്നെ ഗബ്രിയേൽ എന്ന് പറയുന്നത് എൻ്റെ അപ്പാപ്പൻ്റെ പേരാണ്. അപ്പം ഞങ്ങൾ കണ്ടുവച്ചിരുന്ന പേരെന്ന് വെച്ചാൽ ഡെലിവറിക്ക് ഇവള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ ഇവിടുന്ന് താഴെ ഇരുന്നുകൊണ്ട് കണ്ടുപിടിച്ച പേര് ഗബ്രിയേൽ എന്നും ഗബ്രിയേല എന്നും. ഗബ്രിയേല മോളാണെങ്കിൽ ഗബ്രിയേല എന്നിടുക, അതായത് അപ്പാപ്പൻ്റെ പേരാണല്ലോ. അപ്പോൾ അതിൻ്റെ മീനിങ്ങും ഇത് തന്നെയാണ് ഏകദേശം വരുന്നത്. അപ്പം അപ്പാപ്പൻ്റെ പേരുമായിട്ട് സാമ്യമുണ്ട്. അപ്പോൾ ഗബ്രിയേല അല്ലെങ്കിൽ ഗബ്രിയേൽ, ഈ ഇങ്ങനെ ഒരു പേര്. എന്തായാലും ഗബ്രിയേല ഇട്ടാലും ഗബ്രിയേൽ ഇട്ടാലും അതിൻ്റെ അറ്റത്ത് ഹനന്യാഹു എന്തായാലും ഉണ്ടാവും. എന്തായാലും അന്നേ അത് ഞങ്ങൾ തീരുമാനിച്ച ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ദാനം എന്നാണ് ഹനന്യാഹു എന്നുള്ള നാമത്തിന്റെ അർത്ഥം. അപ്പൊ ഈ ദൈവത്തിന്റെ പോരാളിയും ദൈവത്തിന്റെ ദാനം തന്നെയാണ് അവൻ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ സെബാസ്റ്റ്യൻ എന്നുള്ള എൻ്റെ പേരാണ്. അപ്പോൾ ചേച്ചി എത്ര വരെ പഠിച്ചു അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ചേട്ടൻ എത്ര വരെ പഠിച്ചു അതും പറഞ്ഞിട്ടുണ്ട്. ശരിയാ, കണ്ട സത്യം ചേടി കണ്ട ചൊറിഞ്ഞു മേടിക്കും. നിങ്ങൾ ക്രിസ്ത്യൻസ് ആണോ? ആ ക്രിസ്ത്യൻസ് ആണ് ഞങ്ങൾ. ജൂത നസ്രാണികളാണ്. വീട് എവിടെയാണ്? എല്ലാവർക്കും സുഖമാണോ? വായിക്കാം അടങ്ങ. ബ്ലാക്ക് ഷാഡോ 1461. വീട് നമ്മൾ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് മൈനാഗപ്പള്ളിക്ക് വരുന്ന, അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ശാസ്താംകോട്ട വരുന്ന റോഡിൽ കുറ്റിമുക്ക് എന്ന് പറയും. നമ്മുടെ മദനി ഉസ്താദിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് വരും. അൻവർശ്ശേരി അത് അവിടെ ആയിട്ടല്ലേ, അതിൻ്റെ അടുത്തായിട്ടൊക്കെ വരും. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു.
നന്ദന നന്ദൂസ് 4890 ചേച്ചിക്ക് ഇനിയും പഠിക്കണം എന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്, അവക്കും ഉണ്ട് എനിക്കും ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാഹചര്യമില്ല. പിന്നെ എനിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലിക്ക് പോകണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ജോലിക്ക് ഇവിടെ വന്നതിന് ശേഷം പോകാൻ പറ്റാത്ത ജോലി ചെയ്ത് ജീവിക്കണം, കാശുണ്ടാക്കണം. ആ ഒരു എന്താ പറയുന്നത്, എന്താ വെച്ചാൽ പറഞ്ഞ ഒരു എനിക്ക് നേരത്തെ എൻ്റെ ആഗ്രഹം PS ഒരു ഗവൺമെന്റ് എംപ്ലോയി ആകുക എന്നുള്ളതായിരുന്നു. സ്വന്തമായിട്ട് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണമെന്നായിരുന്നു ഇവളുടെ ആഗ്രഹം. പക്ഷെ എന്തോ നടന്നില്ല. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നു, ഒരുപാട് ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് ദൈവം തരത്തില്ല. കാരണം നമ്മൾ ചെറുതിൽ നിന്ന് ആഗ്രഹിച്ച് നീ മേളോട്ട് വന്നാൽ മതി എന്നായിരിക്കും അങ്ങനെ എപ്പോഴും പറയുന്നത്. അത് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. അതായിരുന്നു ആഗ്രഹം. ഇനി 5 RJ 1CB പ്രിൻസിൻ്റെയും പ്രിൻസിയുടെയും പാരൻസ് എവിടെയാണ്, അവർ നിങ്ങളുടെ ആരാണ്, എന്താണ് ചേട്ടൻ്റെ ജോലി? നമ്മളിതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അതൊന്നും കൂടെ പറയുന്നില്ല. പിന്നെ കേരള ബ്രദേഴ്സിലുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ലവ് മാരീഡ് ആണോ അതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലോങ് ട്രിപ്പ് പോകാൻ പ്ലാനിങ് ഉണ്ട്. ലോങ് ട്രിപ്പ് പോകാൻ പ്ലാനിങ് ഉണ്ട്. പ്ലാൻ ഇട്ട് എല്ലാം ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഡോറ തളർന്നു വീണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്ലാൻ ഇട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ഇവർക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം മൂന്നാറാണ്. അപ്പം നമുക്ക് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് വീണ്ടും ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗബ്രൂട്ടിന് ആക്സിഡൻറ്റ് പറ്റുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്തു, ഇനി വേണ്ടാന്ന് വെച്ചു. ചേട്ടൻ്റെ ഫാമിലി ഒന്നിച്ചാണോ ഉള്ളത്? എൻ്റെ കുടുംബ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ചേട്ടൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? അവരെവിടെയാണ്? ഇവിടെ പപ്പായ, അമ്മ, 2 അനിയന്മാർ, അനിയൻ്റെ കല്യാണം കഴിഞ്ഞു, വൈഫുണ്ട്. അതുപോലെ തന്നെ അനിയൻ 2 മക്കൾ. ഇപ്പം അനിയനും അനിയത്തിയും കൂടെ അവരുടെ അനിയത്തിയുടെ നാടായിട്ടുള്ള വയനാട്ടിലാണ് അവർ താമസിക്കുന്നത്. അമ്മയാണെങ്കിൽ ഹോം നേഴ്സായിട്ട് ജോലിക്ക്, ഏറ്റവും ഇളയ അനിയനാണെങ്കിൽ ഇടുക്കിയിൽ ജോലിയാണ്. പപ്പയുണ്ട്, പിന്നെ ഇവിടെ പപ്പായും മക്കളും ഉണ്ട്. 2 പേരുടെയും ഫാമിലി ഒന്നിച്ച് ഗെയിം ഒക്കെ ചെയ്യണം. അങ്ങനെയുള്ളൊരു സാഹചര്യം പോകും. ഇപ്പം ഡോറയുടെ അച്ഛനും ഇവിടെ ഉണ്ട്. ഒന്നിച്ചുള്ള അമ്മയും അച്ഛനും ഒക്കെ ഒന്നിച്ചുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്നിച്ചുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഗെയിമിങ് ചെയ്യാം, പ്രത്യേകിച്ച് വെച്ചാല് അവരങ്ങനെ ഗെയിമിങ്ങിനൊന്നും വന്നിരിക്കത്തില്ല. അമ്മമാരും അച്ഛന്മാരും അങ്ങനെ ഇരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. സാവിത്രി അമ്മയാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും സംസാരിക്കും. പക്ഷെ എൻ്റെ അപ്പ പിന്നെ ഒട്ടും ക്യാമറയ്ക്ക് വരില്ല. അച്ഛൻ പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യും, എൻ്റെ അപ്പ ഒട്ടും വരത്തില്ല. അപ്പൊ അതുകൊണ്ടാണേ. സൂര്യ സുരേഷ് 4184 ചേച്ചി ചേട്ടാ ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. നിങ്ങളെയും ഈ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നില്ലേ, നമ്മളെ ഇഷ്ടപ്പെടാതെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് സത്യം പറഞ്ഞാൽ പേരറിയാത്തവരും ഉണ്ട്. എല്ലാവരോടും നമുക്ക് സത്യം പറഞ്ഞ സന്തോഷമാണ്. ഞങ്ങളിപ്പോൾ വഴിയിൽ പോകുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ആര് വന്ന് സംസാരിച്ചാലും ഞങ്ങൾ അവരോട് നല്ല രീതിയിൽ തന്നെ സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ ആര് നമ്മുടെ അടുത്ത് കൈപൊക്കി കാണിച്ചാലും ചിരിച്ചു കാണിച്ചാലും നമ്മൾ സന്തോഷത്തോടെയാണ് അവരെ നമ്മൾ എന്താ പറയുക അഭിസംബോധന ചെയ്യാറുള്ളത്. ഇന്നലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ വഴി വെച്ചൊരു ഇത്തായെ കണ്ടു. മക്കളെ സ്കൂളിൽ നിന്ന് വരും, അപ്പം മക്കളെ വിളിക്കാൻ വേണ്ടി പോയപ്പം കണ്ടു. ആ ഇത്ത ഞങ്ങളോട് സംസാരിച്ചു, റോഡിൽ വെച്ച് തന്നെ. ഞങ്ങളും ആ ഇത്തായോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പം നമ്മളാണെന്ന് വെച്ചാൽ എല്ലാവരോടും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പക്ഷാഭേദവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരോടും നമുക്ക് സ്നേഹവും ഇഷ്ടം തന്നെയാണുള്ളത്. ഡോറയ്ക്ക് കഴിക്കാനുള്ളത്, ഡോറയ്ക്ക് കുടിക്കാനുള്ളത് സോമനസം കൊണ്ടു തന്നെയാണ്. കണ്ടാ ഇതാണ് കഴിക്കുന്നത്. ഞാൻ കാണാറില്ല കേട്ടോ. പ്രിൻസ് അവരുടെ അച്ഛനമ്മ എവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മക്കളാണെങ്കിൽ ഇപ്പോൾ ഒരാൾ 4-ലും, മോള് 4-ലും, മോനാണെങ്കിൽ 7-ലുമാണ്. നന്ദന നന്ദൂസ് 4890 നിങ്ങളുടെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ്? നമ്മൾ കൊല്ലം ശാസ്താംകോട്ടയാണ് കേട്ടോ. കൊല്ലം ശാസ്താംകോട്ടയിൽ കരുനാഗപ്പള്ളിക്ക് വരുന്ന റൂട്ടിൽ, അതായത് അവിടുന്ന് വരുമ്പോൾ ശാസ്താംകോട്ടയിൽ നിന്ന് വരുമ്പം കരുനാഗപ്പള്ളിക്ക് വരുന്ന റൂട്ടും, അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുവാണെങ്കിൽ ശാസ്താംകോട്ടയ്ക്ക് വരുന്ന റൂട്ട് കുറ്റിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. ഹാപ്പി ലൈഫ് 7697 നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, നെക്സ്റ്റ് ബേബി പ്ലാനിങ്. ഏജും ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബേബിയുടെ കാര്യം നമ്മൾ പിന്നെ പറയാം കേട്ടോ, നമ്മുടെ ലോങ് വീഡിയോയിൽ പറയാം. ഉണ്ടോ ഇല്ല എല്ലാം ഉണ്ട് നമ്മൾ. അപ്പം ബ്യൂട്ടി ഗാലക്സി തിര വേണ്ട, ബ്യൂട്ടി ഗാലക്സി തിര വീട് എവിടെയാണ്? കൊല്ലം ശാസ്താംകോട്ട. ശ്രീലക്ഷ്മി P 1937 നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിൻസി ഇവരുടെ അച്ഛനും അമ്മയും എവിടെയാണ്? എന്ത് ജോലി? സെക്കൻഡ് ബേബി പ്ലാനിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ സെക്കൻഡ് ബേബിയുടെ കാര്യം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് മോട്ടിവേറ്റർ? വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ? ഡോറാസ് അംബിഷൻസ് ഫേവറേറ്റ് പ്ലേസ്? എൻ്റെ മോട്ടിവേറ്റർ എനിക്കങ്ങനെ
അതെനിക്കറിയാം. എൻ്റെ മോട്ടിവേറ്റർ മാത്രമല്ല കേട്ടോ, എൻ്റെ ഗൈഡ്, എൻ്റെ ഫാദർ, എൻ്റെ ബ്രദർ, എൻ്റെ എന്താ പറയുന്നത് സണ്ണ്, എല്ലാം എൻ്റെ നാസിയാണ്. ഓക്കെ, അപ്പം എനിക്ക് എന്തുണ്ടെങ്കിലും, എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലും, അതല്ല എൻ്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാത്തിനും അവനാണ് മുന്നിൽ നിൽക്കുന്നതും, അവനോട് ഞാൻ എന്ത് ഷെയർ ചെയ്തിട്ടേ ഞാൻ എന്ത് കാര്യം ചെയ്യത്തുള്ളൂ. ഈവൻ എൻ്റെ മാരേജ് പോലും അവനുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ നടത്തിയത്. അതുപോലെ തന്നെ ഒരേ മാസത്തിലായിരുന്നു ഞങ്ങളുടെ കല്യാണം വന്നത്. എൻ്റെത് 7-ാം തീയതിയും അവൻ്റെത് മെയ് മാസം 29-ാം തീയതി. ഒരേ വർഷം ഒരേ മാസത്തിലായിരുന്നു ഞങ്ങളുടെ കല്യാണം പോലും. അപ്പോൾ അതാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡോറയുടെ അംബീഷൻ സ്വന്തമായിട്ടൊരു വീട് അല്ലേ? എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇവിടെ വന്നതിന് ശേഷം പിന്നെ മൊത്തം വീട് ജോലിയായിരുന്നു. ഇവിടെ വീട് സ്വന്തമായിട്ട് വീട് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഇസ്രായേലാണ്. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതിന് മുൻപ് ആ മണ്ണിലൊന്ന് കാല് കുത്തിയിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഏതാ? സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് പ്ലേസ് ഒന്നുമില്ല. പോകാൻ ആഗ്രഹമുള്ളത് മൂന്നാറാന്നുള്ളത്. ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഫേവറേറ്റ് അല്ല. ഇല്ല, ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഇവിടെ. ഇത്രയും ദൂരെ വരുന്നത് ഇവിടെയാ. നമ്മളിപ്പോ വാഗമൺ പോയതാ. അതല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത്. കല്യാണത്തിന് മുന്നേ ആകെ പോയിട്ടുള്ളത് ആശുപത്രി കൂടെ മാത്രമാണ്. തൃശ്ശൂര്, കോട്ടയം, കോഴിക്കോട്. സീരിയസ്ലി, ഒരാശുപത്രി അടുത്ത ആശുപത്രിയിലേക്ക് പിന്നെ അങ്ങനെ റെഫർ ചെയ്ത് വിട്ട് അവിടെ പോയി. പിന്നെ ഒരു മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ട്. പിന്നെ ചെറായി ബീച്ചിൽ പോയിട്ടുണ്ട്. കൊച്ചി അന്നേരം നടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ നമ്മുടെ എവിടെയായിരുന്നു ബീച്ചിൽ പോയ വീഡിയോ അന്നേരം എടുത്തില്ലായിരുന്നു അല്ലേ? അന്നേരം ഞാൻ ആദ്യമായിട്ട് നടന്നത് ബീച്ചിൽ കൂടെ. പണ്ട് ഒരു തവണ പോയപ്പോൾ എന്നെ അമ്മ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാല് മുട്ടിച്ച് തിര വന്ന് അടിച്ചിട്ട് പിന്നെ എന്നെ എടുത്തോണ്ട് പോയി. അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ ഫേവറേറ്റ് പ്ലേസ് ഒന്നുമില്ല. സ്ഥലങ്ങളൊക്കെ പോകാനും കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇന്ന പ്ലേസ് ഫേവറേറ്റ് ഒന്നുമില്ല. പിന്നെ കാബു തന്നെ ഗബ്രൂട്ടൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എവിടുന്ന ഓൺലൈനായിട്ട് വരുവാണെങ്കിൽ ഏത് ആപ്പിൽ നിന്നാണ്? നമ്മൾ ഗബ്രൂട്ടനെ അങ്ങനെ ഡെയിലി നേരത്തെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ചില ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വീടിനടുത്തൊരു ബേബി ഷോപ്പുണ്ട്. ബേബി മാൾ എന്ന് പറഞ്ഞിട്ട്, പോച്ചയിൽ ബേബി മാൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ചില ഡ്രസ്സുകൾ മേടിക്കുന്നത്. ചില ഡ്രസ്സുകൾ നമ്മൾ തുപ്പാശ്ശേരിയിൽ നിന്ന് മേടിക്കാറുണ്ട്. കരുനാപ്പള്ളിയിൽ തുപ്പാശ്ശേരി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അവിടെ നിന്ന് മേടിക്കാറുണ്ട്. ചിലരൊക്കെ നമുക്ക് അയച്ചു തരാറുണ്ട്. ഒരുപാട് പേര് ആമസോണിൽ നിന്ന് അയച്ചു തരാറുണ്ട്, ഫസ്റ്റ് ക്രൈയിൽ നിന്ന് അയച്ചു തരാറുണ്ട്. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് അങ്ങനെ ഡ്രസ്സ് അവിടുന്ന് ഇടുക്കിയിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ അവിടുന്ന് സാവിത്രി അമ്മ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഡ്രസ്സുകൾ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗബ്രൂട്ടൻ്റെ ഡ്രസ്സുകൾ കൂടുതൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പം പിന്നെ നമ്മൾ കൂടുതലായിട്ടും കടകളിൽ നിന്ന് തന്നെയാണ് ഡ്രസ്സ് ഗബ്രൂട്ടൻ എടുത്തിട്ടുള്ളത്. ഓൺലൈനിൽ നിന്ന് അങ്ങനെ മേടിച്ചിട്ടില്ല. കാരണം ഇപ്പൊ ഗബ്രൂട്ടന് നമുക്കിപ്പോ കണ്ടാലേ നമുക്ക് ഡ്രസ്സ് എടുക്കാം. നേരത്തെ അങ്ങനെ അവന് ഏജിനൊത്തുള്ള ഒരു ഹൈറ്റും വണ്ണവും അല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് ഡ്രസ്സ് മേടിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കാഴ്ചയിൽ ഇത് പറ്റും, ഇത് കൊള്ളാം, അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഓൺലൈനായിട്ട് ഇപ്പം മേടിക്കുന്നില്ല. പിന്നെ അഞ്ജന ദേവ് 9367 ഡിസബിൾ ആയിട്ടുള്ള ഒരാളെ വിവാഹം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഭാവിയിൽ അങ്ങനെ കല്യാണം കഴിക്കുന്നവരോട് എന്തൊക്കെ അഡ്വൈസ് ആകും കൊടുക്കുക? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞങ്ങൾ അല്ലാണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊരു ചുരുക്കിയുള്ളൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഡിസബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അതൊരു ലേഡി ആയിക്കോട്ടെ ഒരു ജെന്നായിക്കോട്ടെ, ആരെ വിവാഹം ചെയ്താലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. മെയിനായിട്ട് നമ്മുടെ മനുഷ്യർക്കുള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ പലതും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. നമുക്ക് ഒന്നും സാക്രിഫൈസ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, ഇല്ലേ? അപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ വിവാഹം ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്നും നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ നമുക്ക് മനസ്സുണ്ട്, അല്ലെങ്കിൽ അതിന് കഴിയും എന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരക്കാരെ നമ്മൾ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. കാരണം ചില സന്ദർഭത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സ് മടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഡോറയാണെങ്കിൽ തളർന്നു കിടന്ന സമയത്ത് ഞാനായിരുന്നു ഡോറയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ എന്താ പറയുന്നത്, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഞാൻ ഡോറയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോൾ
വരുമ്പോൾ അവർക്ക് ചിലപ്പം ആ സമയത്ത് മൈൻഡിൽ എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പോലും, ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറയാം, എനിക്ക് പോലും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോട്ട് ഞാൻ പോകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ മോനും ആ സമയത്ത് കൂടുതലായിരുന്നു, ഹാർട്ടിൻ്റെ പ്രോബ്ലം മോനും കൂടുതലായിരുന്നു. അപ്പോൾ മോൻ്റെ ചികിത്സയും കാര്യങ്ങളും മോൻ്റെ ചിലവും കാര്യങ്ങളും അതും നോക്കണം, ഒപ്പം ഡോറയുടെ കാര്യങ്ങൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരാൾക്ക് തന്നെ അസുഖം വരുമ്പം ചിന്തിക്കാമല്ലോ ആ ഒരു ഫാമിലിയിൽ എത്രമാത്രം പ്രശ്നങ്ങൾ വരും എന്നുള്ളത്. അപ്പോൾ ഒരേ സമയം തന്നെ 2 പേർക്ക് പ്രശ്നങ്ങൾ വരുമ്പം ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഇങ്ങനെ ചിന്തിച്ച് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ട് ഡിപ്രഷനിലോട്ട് പോയി. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ദേഷിക്കും. എന്നെ തന്നെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. എൻ്റെ കൈ കൊണ്ടിടിക്കുക, തല കൊണ്ടിടിക്കുക, അങ്ങനെയുള്ള നെഞ്ചത്തിടിക്കുക എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കൈവിട്ട് പോകുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും പലർക്കും മെൻ്റലി ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പം ആ വിവാഹം കഴിച്ച വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവാത്ത സാഹചര്യം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് 2 പേർക്കും പ്രശ്നമാകും. അപ്പം നമ്മൾ എന്ത് കാര്യം വന്നാലും ഹാൻഡിൽ ചെയ്യാൻ നമുക്കൊരു മനസ്സുണ്ടാവണം. അവരുമായിട്ട് ഏതൊരു സാഹചര്യത്തിൽ അവരെ കൈവിടാതെ പിടിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരക്കാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല എന്താ പറയുക, ഒരു ദയയുടെ പുറത്തോ അതല്ലെങ്കിൽ ഒരു കാരുണ്യത്തിൻ്റെ പുറത്തോ ഒരു സഹതാപത്തിൻ്റെ പുറത്തോ ഒരിക്കലും ഇത്തരക്കാരെ നമ്മൾ വിവാഹം ചെയ്യരുത്. കാരണം അതൊക്കെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോഴത്തേ പോവും. നമുക്ക് റിയലായിട്ട് അവരുടെ കൂടെ എന്നും ജീവിക്കാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട്. ആ ഒരു ഉറച്ചൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്തരക്കാരെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്. കാരണം അവരും വിഷമിക്കും, അവരുടെ വീട്ടുകാരും വിഷമിക്കും നിങ്ങൾ കാരണം. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങളായിരിക്കും അതിനകത്ത് ഉത്തരവാദി വരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്, വേറൊന്നുമില്ല കേട്ടോ. ഇത് എത്ര പേർക്ക് അത് മനസ്സിലാവും എന്നെനിക്കറിയില്ല. ഞാൻ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ടും എനിക്കറിയാൻ പറ്റും. കാരണം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എപ്പോൾ വേണേലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരാൻ പറ്റും. നോർമലായിട്ടുള്ളവരെ പോലെയല്ല, ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ആ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി പ്രാർത്ഥന 9632. നിങ്ങൾ 2 പേരും ഒരുമിച്ച് ജീവിക്കാം എന്നൊരു തീരുമാനം എടുത്തപ്പോൾ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുറേ അധികം പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ. ഈവൻ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ അന്ന് തൊട്ടേ കുറേ അധികം പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുണ്ട്. അതിനെ ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ചു നിന്നാണ് ഓവർകം ചെയ്തത്. പിന്നെ ഒന്നിച്ച് ജീവിക്കാമെന്നൊരു തീരുമാനം എടുത്ത് അത് ഞങ്ങളല്ല ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. ആ തീരുമാനം ഞങ്ങൾ എടുക്കുന്നതിന് മുൻപും എടുത്തതിന് ശേഷം ഞങ്ങളുടെ വീട്ടുകാരുണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം സപ്പോർട്ടായിട്ട്. അതുകൊണ്ട് അങ്ങനൊരു ഇത് വന്നിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്, ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് പല പ്രശ്നങ്ങളും വന്നിട്ടുള്ളത്. പല കാര്യങ്ങളും ഞങ്ങൾക്ക് നേരിടാൻ തുടങ്ങിയത് അവിടെ തൊട്ടാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്ക് വീണ്ടും അതിനെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്നും കിട്ടി. ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ടായ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവിശ്രീ W3I കുറ്റി ജംഗ്ഷനിൽ എവിടെയാണ് വീട് വരുന്നത്? ഓക്കെ, കുറ്റിയിൽ നമ്മുടെ കുറ്റിമുക്കിൽ തന്നെ, കുറ്റിമുക്കിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അതിൻ്റെ ആർച്ചുണ്ട്. ആ ആർച്ചിനകത്തൂടെ കയറി വരണം. അതിൽ കുളം കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു കലമുണ്ട്. ആ കലം കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞ് വീണ്ടും ഒരു വളവുണ്ട്. ആ വളവ് കഴിഞ്ഞോട്ട് വരുമ്പോഴാണ് വയൽ വരുന്നത്. അവിടെ മുള്ളുവേലി ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴി കൂടെ കയറി വരുമ്പം വളവ് വരും. ആ വളവ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വളവുണ്ട്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് 2ാമത്തെ വീട്. അതായത് ആ മുള്ളുവേലി ഇട്ട വഴി കൂടെ കയറി വരുമ്പോൾ 3ാമത്തെ വീട്. എന്താ അപ്പോൾ ഓക്കെ. ഇനി ഷാലു പ്രസാദ്, ഇനി ഒരു ബേബി പ്ലാനിങ് ഉണ്ടോ? പറയാം. ചേട്ടൻ്റെ അമ്മയ്ക്ക് എന്താ ജോലി? എൻ്റെ അമ്മ ഹോം നേഴ്സായിട്ട് പോവാണ്. ഡോറയുടെ അമ്മയും അത് തന്നെയാണ് കേട്ടോ. ഡോറ ചേച്ചിയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് തോന്നാൻ കാരണം എന്താ? അങ്ങനെ ഡോറ ചേച്ചിയെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെ ചിന്തയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. എൻ്റെ കല്യാണം വേറൊരു കുട്ടിയായിട്ട് ഉറപ്പിച്ച് വെച്ചതായിരുന്നു. ഭാഗ്യവശാൽ നടന്നില്ല. ഞാൻ വേറൊരു റിലേഷൻഷിപ്പിലായിരുന്നു.
ഭാഗ്യവശാൽ അതും നടന്നില്ല. പിന്നെ പിന്നെ എന്താ പറയാ, നമുക്ക് ഇല്ല, ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടാവുമല്ലോ, ദൈവം നമുക്കായിട്ടൊരു വിധി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എനിക്കായിട്ട് ദൈവം കരുതി വെച്ചതായിരിക്കാം ഇവളെ. അതുകൊണ്ടായിരിക്കാം ഇവളുടെ ആലോചന വന്നു, ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് കണ്ടു. ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സാണ്. പിന്നെ സംസാരിച്ചപ്പം ഞങ്ങളുടെ മെൻറ്റാലിറ്റി രണ്ടും ഒത്തുപോകുന്നതാണ്. അതുകൊണ്ട് ശരി, എന്നാൽ എൻ്റെ ലൈഫിൽ ഇവൾ മതി എന്നൊരു ചിന്ത എനിക്ക് അങ്ങനെ വന്നത്. അതല്ലാതെ ഇവളെ തന്നെ മതി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവളുടെ കല്യാണാലോചന വരുന്ന സമയത്ത് എൻ്റെ റിലേഷൻ തകർന്നിട്ട് ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി നിൽക്കുന്ന സമയം. ഷൈല ഗോമസ്, ഇവിടെ നല്ല മഴ കേട്ടോ. നമ്മുടെ തകര ഷീറ്റ് ആയതുകൊണ്ട് നല്ല സൗണ്ട് കേൾക്കും, ഡിസ്റ്റർബ് ഉണ്ടാവും നിങ്ങൾക്ക്. ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഷൈല ഗോമസ്, ഡോറ പ്ലേസ് എവിടെയാണ്? ഡോറയുടെ പ്ലേസ് ഇടുക്കി മൂലമറ്റം. സബി 4027, ഇത് നമുക്ക് സ്ഥിരം നല്ല കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്, നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ചാനൽ തുടങ്ങി നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയ അന്ന് തൊട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ പേര് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഇത്രയും കമൻറ്റ് ഇട്ടതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓരോ പ്രശ്നത്തിനും വിഷമിക്കല്ലേ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് നിന്നിട്ടുള്ള വളരെ ചുരുക്കം പേരിലുള്ളൊരു ഐഡിയ ആണിത്, സബി എന്ന് പറഞ്ഞിട്ട്. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അത് ഞാൻ ഈ പേര് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്. എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല, നിങ്ങളെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ പോലും പറഞ്ഞത് അത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, ഈ നമുക്ക് കമൻറ്റ് ഇട്ട് പരിചയം മാത്രമല്ല, കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അവരോട്, അവരുടെ കമൻറ്റ് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾ കമൻറ്റ് വായിക്കുന്നതിന് മുൻപേ തന്നെ എൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇനി ലാസ്റ്റ് കമൻറ്റ് റിയാസ് അജി 1716. ഹായ് ഡിയർ, സുഖമാണോ? ഡോറയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹെൽത്തൊക്കെ ഓക്കെ ആയോ? ഗബ്രൂസ് ലവ് യു. വീട് പണിയൊക്കെ നന്നായിട്ട് പോകുന്നു. നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. റിയാസ് എന്നല്ലേ പേര് പറഞ്ഞു. അപ്പോൾ റബ്ബിൻ്റെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. പിന്നെ ഡോറ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് മാറ്റി നമ്മൾ ആയുർവേദത്തിലോട്ടൊന്ന് ചുവട് വെച്ചിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എഴുന്നേക്കാനും നടക്കാനും നിൽക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈച്ചാൻ എന്നെ ഇപ്പോഴും എടുത്തുകൊണ്ട് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കുന്നതാണ്. പിന്നീട് തിരിച്ച് ഞാൻ അവിടെ തന്നെ വന്നോളും. അല്ല, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചപ്പം നമ്മുടെ തലകറക്കം, ഛർദില്, BP ലോ ആവല്, BP ഹൈ ആയില്ല, മൊത്തം ലോ ആയി, ഷുഗർ ലോ ആകല്, ഇതൊക്കെയായിരുന്നു സ്ഥിരം പരിപാടി. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് നിർത്തിയപ്പം എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും മാറി കിട്ടിയിട്ടുണ്ട്. സ്റ്റീറോയിഡ് നമ്മൾ ഒരു വട്ടം ഇടയ്ക്ക് വീഡിയോയിൽ പറയാൻ പറഞ്ഞു. സ്റ്റീറോയിഡും അതുപോലെ തന്നെ പെയിൻ കില്ലറും, ഇവള് കഴിക്കുന്ന പെയിൻ കില്ലറും സ്റ്റീറോയിഡും ഇവക്കും കേടാണ്, നമ്മുടെ ഗബ്രൂട്ടനും കേടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും അതിന് ഞാൻ ചെന്നപ്പം ഈ പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞു ഷുഗർ കൂടും, കിഡ്നിക്ക് പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെന്ന് ആ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ഇനിയൊരു ഇത് താങ്ങാൻ സത്യം പറയാൻ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ, എനിക്കൊണ്ട് പറ്റത്തില്ല ഇനി ഒന്നും കൂടെ താങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആയുർവേദം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ആയുർവേദമായിരുന്നു ഓൾറെഡി കഴിച്ചുകൊണ്ടിരുന്നത്, അതിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോയി. ഇല്ല, വീട് പണി കുഴപ്പമില്ലാതെ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്നതനുസരിച്ച്. പിന്നെ ചിലരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ, ചില ചേച്ചിമാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് മുന്നോട്ട് വന്ന ചില ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായം കൊണ്ട് ഇതുവരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വരുമാനം അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ആ സഹായം വെച്ചിട്ടോ നമ്മൾ ഇനിയും ബാക്കിയുള്ള പണികളും കൂടെ പൂർത്തിയാക്കും. വീട് പണി ഒരുപാട് പൂർത്തിയാവാൻ കിടപ്പുണ്ട്. കുഴപ്പമില്ലാതെ ഇതുവരെ എന്തായാലും ദൈവം സഹായിച്ച് എത്തി. നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു കേട്ടോ. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കമന്റും കാര്യങ്ങളും. മിക്കവാറും ഇത് നമ്മൾ 2 പാർട്ടായിട്ടാണ്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അത് വീഡിയോ ആയിട്ട് ഇടാം നമ്മൾ. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ, ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ താമസം വേണം, അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് ഒരു വീഡിയോക്കകത്ത് പറയാം. അപ്പോൾ ഇത്ര ചോദിച്ചില്ലേ ഡോറയുടെ മുഖത്ത് ഗ്ലോ വന്നു, തിളക്കം വന്നു എന്നൊക്കെ അല്ലേ?
ഇതിന്റെ കണക്ഷൻ ഊരി വിട്ടേക്കുന്നുണ്ടോ നോക്കിയേ. ആ വയറെടുത്ത് ഇനി അവിടെ കുത്തിയാലേ ഈ ലൈറ്റ് തെളിയത്തുള്ളൂ. അപ്പൊ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ മോഹൻലാലിന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്, എന്തോ മാന്തിയപ്പോ അറിയാതൊന്ന് മാന്തിയപ്പോ ഞാനൊന്ന് കേറി ചൊറിഞ്ഞതാണെന്നോ അങ്ങനെ കണ്ടല്ലേ. ഇല്ല എനിക്ക് വേദനിക്കത്തില്ലല്ലോ, കല്ലല്ലേ എന്റെ ഞാനും വേദനിക്കുന്ന ആണോ പൊന്നെ. അപ്പൊ കൂട്ടുകാരെ ഇത്രേ ഉള്ളു കേട്ടോ. വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സപ്പോർട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ഏകദേശം തീർന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ സെക്കൻഡ് ബേബിയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ലോങ് വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയും. അതൊന്ന് ഇതായതിനു ശേഷം നമ്മൾ പറയാം എന്നുള്ള രീതിയിലിരിക്കുവാണ്. അപ്പോൾ നമ്മളത് പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സെക്കൻഡ് 2 പാർട്ടായിട്ടായിരിക്കും മിക്കവാറും. കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.